ഹലോ, അസ്സാം വലൈക്കും. എച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ നമ്മളെ പോത്തുകുട്ടികളെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ നിൽക്കുന്ന ആൾക്ക് ലേശം വയറ് ലൂസായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അവന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഗുളിക വാങ്ങിക്കൊടുന്നു. അത് കൊടുക്കുകയാണ്. 3 റുപ്യേൻ്റെ ഒരു ഗുളിക ഉണ്ട്. വയറൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ട് അത് കൊടുക്കുകയായിരുന്നു അവന്. മറ്റവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവന് പഴം കൊടുക്കണുണ്ടപ്പോൾ അവർക്കൊരു ഇതുണ്ടാവുമല്ലോ, താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഓരോന്ന് കൊടുക്കുകയാണ്. ഇതാണിപ്പോൾ നമ്മളെ പോത്തുകുട്ടികളെ വിശേഷം. ഭക്ഷണമൊക്കെ രാവിലെ കൊടുത്തവർക്ക്. ഇതിപ്പോൾ ഒരു 10 മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒക്കെ പുല്ലും ഇതൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. മറ്റൊരു വയറിളക്കാണ്. അപ്പോൾ അവന് ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പഴം എടുത്തപ്പോൾ ഇവർക്കും ഓരോന്നാണ് കൊടുക്കുക ചെയ്ത്. ഇനി അടുത്ത് നമ്മളെ 4 ആൾ താഴത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ പുല്ല് വെട്ടാൻ പോയ സമയത്ത് ചെങ്ങലയൊക്കെ പൊട്ടിച്ച് മറ്റേ പോത്തിനെ കുത്തി ആകെ പരിക്കേൽപ്പിച്ചിരിക്കണു. അവിടേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അവിടെ അടുത്ത് തന്നെയാണ്. ഇത് താഴത്തെ 7 ആളുണ്ട്. 3 ഇവിടെയും 4 താഴത്തോടെ ഇട്ടിരുന്നത്. അതാ അവരടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ അതിൽ ചെങ്ങല കഴിഞ്ഞ് പോയിട്ട് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ വന്നിട്ടാണ്, ഫോണും കൊണ്ടുപോയിരുന്നില്ല, ഞാൻ വന്നിട്ടാണ് പിന്നെ അവരെ പിടിച്ച് കെട്ടി പുല്ലാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കഴുത്തിൽ കയറിട്ട് കൊടുക്കി. എന്നെ ഒന്നും കാട്ടൂല. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവനൊരു പ്രശ്നമില്ല. വേറെയുള്ള ആരും അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവനെ പുറത്ത് തന്നെ നിർത്തിക്കുക. അവൻ്റെ ചെങ്ങലയൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്. അതൊക്കെ കഴിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ വീണ്ടും ചെങ്ങല ഇടാൻ പോവുകയാണ്. ചെങ്ങലൊക്കെ ഇടാൻ പോവുകയാണ്. ഇത് പ്രശ്നം എന്താണ്? ഞാൻ വന്നപ്പോഴേക്കും 1 മണിക്കൂർ സമയം കൊണ്ട് മറ്റവനെ കുത്തി കഴുത്തിലൊക്കെ മുറിയായിരിക്കണം. അതാണിപ്പോൾ പ്രശ്നം. വീട്ടുകാരൊക്കെ നോക്കി നിൽക്കുകയെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കി നിൽക്കാനും പറ്റില്ല. അടുത്തക്കാർക്കും ചെല്ലാൻ പേടിയാണ്. അടുത്തുള്ള ആരും ശ്രമിച്ചിട്ടും നിൽക്കില്ല. അപ്പോൾ ആരും അതിൽ മുതിർന്നിട്ടില്ല. ഓനങ്ങനെ കയറില്ല. കഴുത്തിന്ന് മൊത്തം ചെങ്ങലായിട്ട് നിൽക്കുകയായിരുന്നു. ആ ചെങ്ങലമേ ഇത് ഇട്ട് കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു മൂപ്പര്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. പുല്ല് കുറച്ചാണ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് തിന്നാണ്ട് വന്നതോടുകൂടെ കഴുത്തിൽ കയറ് കുടുക്കി. ഇനിയിപ്പോൾ ചെങ്ങലയും കൂടി ഇടാണ്ട്. ആളുസാറാണ്, കുഴപ്പക്കാരനൊന്നും അല്ല. പക്ഷേ മറ്റേ തുടക്കാരൻ പോത്തിന് നല്ല കുത്തലാണ്. അവർ തമ്മിൽ ഒഴിഞ്ഞ് കിട്ടിയ അപ്പോൾ ഒരുത്തൻ ചെങ്ങലമ്മി കയറമ്മി ഒരുത്തൻ ചെങ്ങല പൊട്ടിച്ചിട്ട് വേണമല്ലോ അപ്പോൾ നിന്നത്. നല്ല പരിക്കെടുക്കൽ എടുത്തുക്കണു. ഞാൻ വന്നപ്പോഴേക്ക് വരെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒതുങ്ങിക്കണു. ഞാൻ പുല്ലുമായിട്ട് വന്നപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞ് ഒതുങ്ങി നിൽക്കുകയാണ്. ഇപ്പം ഞാനവരൊന്ന് കുളിപ്പിക്കാൻ പോവുകയാണ്. വെള്ളം അടിച്ചൊന്ന് കുളിപ്പിക്കുക. എപ്പോഴും നമ്മൾ കുളിപ്പിക്കണം ഇവരെ. എപ്പോഴും വേണ്ട, 2-3 പ്രാവശ്യമെങ്കിലും വെള്ളം മുഖത്ത് ഒഴിച്ചു കൊടുക്കുകയെങ്കിലും വേണം. രാവിലെ ഒന്ന് കഴുകിയ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് വൈകുന്നേരം ഒരു 2 പ്രാവശ്യം, മൊത്തം 3 പ്രാവശ്യം നമ്മൾ നനച്ച് കൊടുക്കണം. എപ്പോഴും ഇവരെ ശരീരം ഹീറ്റായിരിക്കും, വലിയ ചൂടുണ്ടാവും. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇറച്ചി തൂക്കം കൂടുകയും ചെയ്യും, പെട്ടെന്ന് വലുതാവും. ഇങ്ങനെ വെള്ളം നനച്ച് കൊടുത്തവരെ തൊലിക്ക് വെള്ളം കിട്ടുമ്പോൾ അത് നല്ല അയവ് കിട്ടും. അപ്പോൾ ഇറച്ചി കൂടും, പെട്ടെന്ന് വലുതാവും ചെയ്യും. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചെയ്യൽ. ഇവർ വെള്ളത്തിൽ കിടക്കുന്ന സാധനങ്ങളാണെന്നാണ് പറയണത് ഈ പോത്തുകൾ. അപ്പോൾ അവർക്ക് എപ്പോഴും വെള്ളം വേണം. അപ്പോൾ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും വെള്ളം കിണറ്റിൻ്റെ മോട്ടർ ഇട്ടിട്ട് നേരെ അതിന് അടിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ മൂരികൾക്ക് വെള്ളം കാണുന്നതിൻ്റെ പേടിയാണ്. അവർക്ക് വെള്ളത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇവർക്കാണ് വെള്ളം വേണ്ടത്. വെള്ളം എപ്പോഴും വേണം. അപ്പോൾ ഇന്നിപ്പോഴത്തെ വിശേഷമാണ്. ഇവനെ മാറ്റി കെട്ടിക്കാണ്. ഇപ്പോൾ തെങ്ങുമരക്ക് കെട്ടിക്കാണ് മറ്റേ തുടക്കാരനെ. ഞാൻ വന്നപ്പോഴൊക്കെ കൂത്തി പരിക്കേൽപ്പിച്ച് കഴുത്തിലൊക്കെ മുറിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഞാൻ വേപ്പെണ്ണ പരട്ടി കൊടുത്തിരിക്കുകയാണ്. ഈച്ചയൊന്നും വന്നിരിക്കാതിരിക്കാം. അങ്ങനെ മുറിയൊന്നും ആയിട്ടില്ല. അങ്ങനെ നല്ല ചോന്ന് തുടുത്തിരിക്കുന്നുണ്ട്. നല്ല പരിക്ക് ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ കഴുകൽ കഴിഞ്ഞിട്ട് അവിടെ നല്ലോണം വേപ്പെണ്ണ പുരട്ടി കൊടുത്തിരിക്കുകയാണ്. വേറെ ഓയിൽമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് മുറിവുണ്ടെങ്കിലും വേപ്പെണ്ണയാണ് ഇവർക്ക് മെയിനായിട്ട്. മറ്റുള്ള ജീവികളുടെ ആടിൻ്റെയും പിന്നെ മൂരിക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആടിനാണ് വലിയ പ്രശ്നം ഉണ്ടാകുക. മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ പോയിട്ട് ഈച്ചരിക്കുകയൊക്കെ ചെയ്യുക. ഈ പോത്തുകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, വലിയ പ്രതിരോധ ശക്തിയുള്ള സൈസാണ്. അപ്പോൾ അവർക്ക് മുറിയൊന്നും ആയാലും പെട്ടെന്ന് ഉണങ്ങിക്കൊള്ളും. ഇപ്പോൾ ചന്തയിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എങ്ങനെ മറ്റുള്ള പോത്തുകളൊക്കെ ചവിട്ടിയിട്ടൊക്കെ മുറിയായത് നമ്മളടുത്ത് വന്നാൽ 4 ദിവസം കൊണ്ട്
എല്ലാ മുറികളും ഉണങ്ങും. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യലെന്താണ്, വേപ്പെണ്ണ പുരട്ടി കൊടുക്കുക. ഇതിനാണ് നമ്മളെ ചികിത്സ. അത് വളരെ നല്ലതാണ്. ഏത് മുറിവുണ്ടെങ്കിലും വേപ്പെണ്ണ പുരട്ടി കൊടുക്കുക. പോത്തിനായിക്കോട്ടെ മോരിക്കായിക്കോട്ടെ, ഇതിനുള്ള അതിന് മെയിൻ ചികിത്സ. ഓയിൽമെൻറ്റിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. വേപ്പെണ്ണ കയ്യിലാക്കുക, പുരട്ടി കൊടുക്കുക.